4-3-7 പൂ പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മഞ്ഞക്കോട്ടായിട്ട് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. 4-3-7 പൂ ഇതാണ് ഗൈസ്. ഇത് കഴിഞ്ഞ് നമുക്ക് വീടിന്റെ പുറത്തേക്കൊന്നും ഇറങ്ങണം, എന്നാലേ എനിക്ക് പൂ കിട്ടത്തുള്ളൂ. വെല്ലോന്റെ പറമ്പിൽ കയറി പൂ പറിച്ചിട്ട് ആ പൂക്കളോടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. എന്താണെന്ന് അറിയില്ല. ഓണം തുടങ്ങി ഒരു 5 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ജമന്തിപ്പൂ മെന്തിപ്പൂ ഒക്കെ നമ്മുടെ ഏതെങ്കിലും സെലിബ്രേഷന്റെ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലെത്തും. അതുവരെ ഞാൻ ഇതുപോലെ ഓരോ വീട്ടിലും കയറിയിട്ട് റോഡ് സൈഡിൽ നിന്ന് മതിൽ വെക്കത്തുന്നുള്ള പൂക്കളൊക്കെ പറിച്ചിട്ടാണ് വീട്ടിൽ ഓണപ്പൂക്കൾ ഇട്ടിരിക്കണേ. ഇങ്ങനെ നിങ്ങൾ പൂക്കൾ ഇടാറുണ്ടെങ്കിൽ എന്ന് പറയണേ. അപ്പോഴേക്കും നല്ല മഴ ഇത് പോന്ന വഴിക്കുന്ന നമുക്ക് ഒരു കോളാമി കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ ഒന്ന് ഉണ്ടാക്കിയ ഓണത്തപ്പനൊന്ന് ഉണക്കാൻ വേണ്ടി വെച്ചു. അപ്പൊ നോക്കിയപ്പോഴാ അച്ഛൻ്റെ പുറത്ത് പോയി വന്നപ്പോൾ 2 കവറിൽ പൂ വാങ്ങിച്ചിട്ടുണ്ടായി. സാധാരണ ഇങ്ങനെ അച്ഛൻ പൂ മേടിച്ചിട്ട് വരാറില്ല. കാച്ചുകൂടനായ പിന്നെയാണ് ഇതുപോലെ പൂ മേടിച്ചിട്ട് വന്നത്. അപ്പോഴേക്കും വിച്ചപ്പൻ ഉറക്കത്തിൽ നിന്ന് എണിച്ചു വന്നു. അന്ന് അവനും ഇടാം ഓണപ്പൂക്കളിടാന്ന് പറഞ്ഞിട്ട് അവനും വന്നിരുന്നിട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും വിച്ചപ്പനും കുളിച്ചിട്ടില്ല, കാച്ചുകൂട്ടൻ മാത്രം കുളിച്ചിട്ടുള്ളൂ. പിന്നെ ഓണം ഇടുമ്പോൾ കുളിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓണമൊക്കെ ഇടുമ്പോൾ കുളിച്ചിട്ടൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഞങ്ങൾ 10 ദിവസം ഓണപ്പൂക്കൾ ഇടും കേട്ടോ. അങ്ങനെ ചാച്ചനെ ഓണപ്പൂക്കൾ ഇടാൻ വേണ്ടി വിളിച്ച് വരുത്തിയിരുത്തിയിട്ടുണ്ട്. വിച്ചപ്പൻ അങ്ങനെ കൊതുകിനെയൊക്കെ കൊന്ന് ബാറ്റായിട്ട് നിൽക്കണം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഓണപ്പൂക്കളം ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ചേട്ടാ.